ഹലോ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് നടന്ന LP സ്കൂൾ ടീച്ചർ പരീക്ഷയുടെ മാത്സ് വിഭാഗത്തിലെ ക്വസ്റ്റ്യൻ പേപ്പറാണ്, ആൻസർ കീയാണ് നമ്മളിപ്പോൾ നോക്കാനായിട്ട് പോകുന്നത്. എൻ്റെ കയ്യിലുള്ളത് ക്വസ്റ്റ്യൻ കോഡ് C ആണ്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം, ഒരു കവാടത്തിൽ 4 മണികളുണ്ട്. അവ യഥാക്രമം 4, 6, 8, 10 സെക്കൻഡ് ഇടവിട്ട് മുഴങ്ങുന്നു. എങ്കിൽ അവയെല്ലാം കൂടി ഒരുമിച്ച് മുഴങ്ങിയതിന് ശേഷം 30 മിനിറ്റ് പൂർത്തിയാക്കിയതിനിടയിൽ അവ എത്ര പ്രാവശ്യം ഒന്നിച്ച് മുഴങ്ങും? അപ്പോൾ നമുക്കിവിടെ LCM ആണ് കണ്ടുപിടിക്കേണ്ടത്. 4, 6, 8, 10 ഇവിടെ LCM 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 2, 3, 4, 5 വീണ്ടും നമുക്ക് 2 കൊണ്ട് ചെയ്യാം. 1, 3, 2, 5 ഇനി നമുക്ക് എല്ലാവരും മൾട്ടിപ്ലൈ ചെയ്യാം. 2, 5 10 എന്ന് പറഞ്ഞ് മാറ്റി വയ്ക്കാം. 2, 2, 4, 4, 12, 12, 10 120 LCM. അപ്പോൾ 120 സെക്കൻഡ് എന്നാണ് നമുക്ക് കിട്ടിയത്. 120 സെക്കൻഡ്. 120 സെക്കൻഡ് എന്ന് പറയുമ്പോൾ 2 മിനിറ്റാണ്. 30 മിനിറ്റിനിടയിൽ എത്ര 2 മിനിറ്റുകളുണ്ട്? 30 ഡിവൈഡ് ബൈ 2 15. അതായത് ഇവയെല്ലാം എന്ത് ചെയ്യും? 15 പ്രാവശ്യം ഒരുമിച്ച് മുഴങ്ങും. ഓപ്ഷൻ B ആണ് എൻ്റെ ശരി ഉത്തരം. അടുത്തതായിട്ട് രണ്ടാമത്തെ ചോദ്യം, 5 പുരുഷന്മാർ 3 ദിവസം കൊണ്ട് ചെയ്തു തീർക്കുന്ന ജോലി 4 സ്ത്രീകൾ 6 ദിവസം കൊണ്ടാണ് ചെയ്തു തീർക്കുന്നതെങ്കിൽ ആ ജോലി ഒരുമിച്ച് ചെയ്താൽ എത്ര ദിവസമാണ് പൂർത്തിയാകുന്നത്? ഇവിടെ 5 പുരുഷന്മാരും 6 സ്ത്രീകളും. ഇതിന് നമുക്ക് A എന്ന് വിളിക്കാം, ഇതിന് നമുക്ക് B എന്ന് വിളിക്കാം. Aക്ക് ഒരു ജോലി പൂർത്തിയാക്കാനായിട്ട് 3 ദിവസം വേണം, Bക്ക് ഒരു ജോലി പൂർത്തിയാക്കാനായിട്ട് 6 ദിവസം വേണം. അപ്പോൾ 3ൻ്റെയും 6ൻ്റെയും LCM എത്രയാണ്? 6. 6നെ 3 കൊണ്ട് ഇവിടെ 2 എന്ന് കിട്ടും, 6 കൊണ്ട് ഇവിടെ 1 കിട്ടും. അതായത് A ഒരു ദിവസം 2 ജോലിയും B ഒരു ദിവസം 1 ജോലിയും ചെയ്യും. ഇവർ ഒരുമിച്ച് A + B എന്ന് പറയുമ്പോൾ എത്രയാണ്? 2 + 1 3 ജോലിയാണ് ഒരു ദിവസം ചെയ്യുന്നത്. ആകെ 6 ജോലിയുണ്ട്. അപ്പോൾ 3 ജോലി ചെയ്യാനായിട്ട് 6/3 2 ഉത്തരം കിട്ടും. അപ്പോൾ രണ്ടുപേരുടെ ഒരുമിച്ച് ജോലി ചെയ്താൽ എത്ര ദിവസം കൊണ്ട് പൂർത്തിയാകും? 2 ദിവസം കൊണ്ട് പൂർത്തിയാകും. നമ്മുടെ മൂന്നാമത്തെ ചോദ്യം ഒരല്പം ലെങ്തി ആയിട്ടുള്ളൊരു ചോദ്യമാണ്. A എന്ന സ്ഥലത്ത് നിന്നും B എന്ന സ്ഥലത്തേക്കുള്ള ദൂരം 5 കിലോമീറ്ററാണ്. Aയിൽ നിന്നൊരു കാറും ഒരു സ്കൂട്ടറും ഒരേ സമയം Bയിലേക്ക് യാത്ര തിരിച്ചു. സ്കൂട്ടറിൻ്റെ സ്പീഡിൻ്റെ ഇരട്ടി വേഗതയിലാണ് കാർ യാത്ര ചെയ്തത്. കാർ ഇടയ്ക്ക് പെട്രോൾ അടിക്കാൻ വേണ്ടി കയറിയതിനാൽ 3 മിനിറ്റ് യാത്ര ചെയ്തില്ല. അതിനുശേഷം യാത്ര തുടർന്നു. കാറും സ്കൂട്ടറും ഒരുമിച്ചാണ് Bയിലെത്തിയതെങ്കിൽ കാറിൻ്റെ വേഗത എത്ര? ഇവിടെ നമുക്ക് 3 മിനിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ചോദ്യത്തിൽ 5 കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് പറഞ്ഞിരിക്കുന്നത്. 5 കിലോമീറ്റർ. അതുപോലെ നമ്മുടെ ഓപ്ഷനുകളെല്ലാം km/h ഉള്ളത്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം? ഈ 3 മിനിറ്റിനെ ആദ്യം അവറിലേക്ക് മാറ്റണം. അപ്പോൾ 3നെ 60 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മണിക്കൂറായിട്ട് മാറും. 1/20 മണിക്കൂർ. ഓക്കെ. ഇനി നമുക്ക് ഒന്നാമത്തെ കാറിൻ്റെ, അതായത് കാർ സ്കൂട്ടറിൻ്റെ വേഗത x എന്ന് വിളിക്കാം. കാറിൻ്റെ വേഗത എന്തായിരിക്കും? 2x. കാറിൻ്റെ വേഗത ഇരട്ടിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 2x. അപ്പോൾ സ്കൂട്ടർ സഞ്ചരിക്കാനെടുത്ത ടൈം ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ സ്പീഡാണ്. അപ്പോൾ 5/x ഇവിടെ 5/2x. രണ്ടുപേരും ഒരേ സമയത്താണ് എത്തിയത്. അങ്ങനെയെങ്കിൽ 5/x എന്ന് പറയുന്നത് 5/2x ഈക്വൽ. അതുപോലെ ഇയാൾ എന്ത് ചെയ്തു? പ്ലസ് ഒരു 1/20 മണിക്കൂർ പെട്രോൾ അടിക്കാൻ വേണ്ടിയിട്ട് ചിലവാക്കി. ഇതിനെ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എക്സിൻ്റെ വേഗത കിട്ടും, അതായത് സ്കൂട്ടറിൻ്റെ സ്പീഡ് കിട്ടും. 5x ഇപ്പുറത്തേക്ക് കൊണ്ടുവരാം. അപ്പോൾ 5/x മൈനസ് 5/2x ഈക്വൽ ടു 1/20. ഞാൻ ഡിനോമിനേറ്ററിലും ന്യൂമറേറ്ററിലും ഒരു 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ഇവിടെ 10 മാറും. ഓക്കെ അല്ലേ? ഇനി ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ട് ന്യൂമറേറ്റർ തമ്മിൽ കുറയ്ക്കാം. 10 ൽ 5 പോകുമ്പോൾ 5, 5/2x ഈക്വൽ ടു 1/20. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 100 ഈക്വൽ ടു 2x, x ഈക്വൽ ടു 100/2 ഈക്വൽ ടു 50 km/h എന്ന് കിട്ടും. അപ്പോൾ എൻ്റെ ഓപ്ഷൻ C ആണ് ശരിയായിട്ടുള്ള ഉത്തരം. അടുത്തത് വളരെ എളുപ്പമായിട്ടുള്ള ചോദ്യം. ഒരു കച്ചവടക്കാരൻ 1500 രൂപയ്ക്ക് വാങ്ങിയ പാൽ 20% വില കൂട്ടി പരസ്യവില ഇട്ട ശേഷം 10% ഡിസ്കൗണ്ടിൽ വിൽക്കുന്നുവെങ്കിൽ ലാഭശതമാനം എത്ര? അപ്പോൾ ഇവിടെ 1500 രൂപയുടെ 20% ആദ്യം വില കൂടി. അപ്പോൾ എന്തായിട്ട് മാറും? 120/100 മാറും. അതിനുശേഷം എന്ത് ചെയ്തു? 10% വില കുറച്ചു. അപ്പോൾ 90/100. പൂജ്യങ്ങളെല്ലാം നമുക്ക് എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്യാം. 15 × 12. 15നെ 5 × 3 × 12, 4 × 3 × 9നെ 9 തന്നെ എഴുതാം. അപ്പോൾ 5 × 4 20 എന്ന് പറഞ്ഞ് മാറ്റി വയ്ക്കാം. 3 × 3 9, 9 × 9 81, 81 20, 81 × 2 162, 0 1620 എന്ന് കിട്ടും. 1500 രൂപ കൊടുത്താണ് അയാൾ സാധനം വാങ്ങിയത്. അപ്പോൾ 120 രൂപയാണ് അയാൾക്ക് ലാഭം കിട്ടിയത്. ഏതിൽ നിന്ന്? 1500 നിന്ന്.
ഓക്കെ അല്ലേ? അപ്പോൾ ലാഭം കിട്ടിയ 120 ഡിവൈഡ് ബൈ 1500 പൂജ്യങ്ങൾ നമുക്ക് വെട്ടാം. 15 120-നകത്ത് 30-നകത്ത് 2 പ്രാവശ്യം, 60-നകത്ത് 4 പ്രാവശ്യം, അപ്പോൾ 120-നകത്ത് 8 പ്രാവശ്യം. അപ്പോൾ 8% ലാഭം. ഓക്കെ ആണോ? അപ്പം ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. അടുത്ത ചോദ്യം, 1 മീറ്റർ നീളമുള്ള കമ്പി വളച്ചുണ്ടാക്കാവുന്ന ചതുർഭുജത്തിൻ്റെ ഏറ്റവും കൂടിയ പരപ്പളവ് എത്ര? അപ്പോൾ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഏറ്റവും വലിയ ഓപ്ഷൻ എന്ന് പറയുന്നത് 625-ഉം 2500-ഉമാണ്. നമുക്ക് നോക്കാം. 1 മീറ്റർ നീളം, അതായത് 100 സെൻറ്റിമീറ്റർ നീളം. ഇതിനെ വളച്ച് ഒരു രൂപം ഉണ്ടാക്കി മാറ്റുമ്പോഴത്തേക്കും എന്തായിട്ട് മാറും? നമുക്കൊരു സ്ക്വയർ ആണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഒരു സൈഡ് 25 വീതം വരും, അല്ലെ? 25 വരും. അപ്പോൾ അതിൻ്റെ ഏരിയ എന്തായിട്ട് മാറും? സൈഡ് ഇൻറ്റു സൈഡ് 25 × 25 625 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് എനിക്ക് ഉത്തരം കിട്ടും. ഓക്കെ, വളരെ എളുപ്പമായിട്ടുള്ളൊരു ചോദ്യമായിരുന്നു. 50-ാമത്തതിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി. അടുത്ത ചോദ്യത്തിൽ, ഒരു കുടുംബത്തിൻ്റെ ബഡ്ജറ്റിൽ വിവിധ ഇനങ്ങൾക്ക് നൽകുന്ന പരിഗണന ചൂടി തന്നിരിക്കുന്നു. ഭക്ഷണത്തിന് 30%, അങ്ങനെ കുറച്ച് പെർസെൻറ്റേജ് ഒക്കെ അവർ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ആവശ്യമുള്ളത് ഈ വിവരങ്ങൾ ഒരു പൈ ഡയഗ്രാം ഉപയോഗിച്ച് സൂചിപ്പിച്ചാൽ വിദ്യാഭ്യാസത്തെ സൂചിപ്പിക്കുന്ന വൃത്താംശത്തിൻ്റെ കേന്ദ്ര കോണളവ് എത്ര? വൃത്താംശത്തെ സൂചിപ്പിക്കാനായിട്ട് എത്രയാണ്? 25% എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ശതമാനത്തെ ഫ്രാക്ഷൻ ആക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? 100 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ 25/100. ഒരു പൈ ചാർട്ടാണ് വരയ്ക്കുന്നത്. അപ്പോൾ സെൻട്രൽ ആംഗിൾ എത്രയാണ്? 360. അപ്പോൾ ഇൻറ്റു 360, 0 0 വെട്ടാം. 10 5ൻ്റെ ടേബിളിൽ 2 പ്രാവശ്യം, 5 പ്രാവശ്യം, 2 36, 18 പ്രാവശ്യം, 5 × 18 90 ഡിഗ്രി എന്ന് കിട്ടും. അപ്പോൾ എന്തിനെ സൂചിപ്പിക്കുന്ന? വിദ്യാഭ്യാസത്തെ സൂചിപ്പിക്കുന്ന വൃത്താംശത്തിൻ്റെ കേന്ദ്രകോണം എന്ന് പറയുന്നത് 90 ഡിഗ്രി. ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. അടുത്ത ചോദ്യം വളരെ രസകരമായിട്ടുള്ളൊരു ചോദ്യമാണ്. ഇവിടെ നമുക്ക് ഒരറ്റ തന്നു, സാധാരണ സിംപ്ലിഫൈ ചെയ്യുന്നതുപോലെ സിംപ്ലിഫൈ ചെയ്ത് വന്നാൽ മതിയാവും. √1 എത്രയാണ്? 1. അപ്പോൾ 8-നോടൊപ്പം 1 ചേരുമ്പോൾ 9 ആയിട്ട് മാറും. √9 3 ആകും. ആ 3 13-നോടൊപ്പം ചേരുമ്പോൾ 16 ആകും. √16 4 ആകും. ആ 4 21-നോടൊപ്പം ചേരുമ്പോൾ എത്രയാവും? 25 ആവും. 25-ൻ്റെ റൂട്ട് 5 ആണ്. 5ഉം ഇവിടെ പ്ലസ് ആണ്. 5ഉം 4 9. √9 എത്ര കിട്ടും? 3 എന്ന് കിട്ടും. ഓപ്ഷൻ സി 3 എന്ന് പറയുന്നതാണ് റൈറ്റ് ആൻസർ. അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ എത്ര മാർക്ക് കിട്ടി, അല്ലെങ്കിൽ ഏതെങ്കിലും ക്വസ്റ്റ്യൻ ഡൗട്ട് ഉണ്ട്, അതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക? കമൻറ്റ് ബോക്സിൽ ഇടുക. അടുത്ത ചോദ്യം, 53-ാമത്തെ ചോദ്യം. 8 സംഖ്യകളുടെ ശരാശരി 32, അവയിൽ ഒരു സംഖ്യ ഒഴിവാക്കിയപ്പോൾ ശരാശരി 31. അപ്പോൾ 8 സംഖ്യകളുടെ ശരാശരി 32, 7 സംഖ്യകളുടെ ശരാശരി 31. ഇതല്ലേ മീനിങ്? അപ്പോൾ 8 സംഖ്യകളുടെ ശരാശരി 32 ആണെങ്കിൽ ടോട്ടൽ എത്രയായിരിക്കും? 32 × 8 2 16 25 256 ആണ് 8 സംഖ്യകളുടെ തുക, ആകെ തുക. 7 സംഖ്യകളുടെ ആകെ തുക എന്ന് പറയുന്നത് 31 × 7 217 ആണ് 7 സംഖ്യകളുടെ തുക. അപ്പോൾ 8 സംഖ്യകളുടെ തുക 256 ആണ്, 7 സംഖ്യകളുടെ തുക 217 ആണ്. അങ്ങനെയെങ്കിൽ ആ ഒരാളുടെ തുക എത്രയാണ്? ഒരാൾ എത്രയാണ്? 256 - 217. എൻ്റെ ഉത്തരം 39. ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ സി ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ 53-ാമത്തെ ചോദ്യം 8 സംഖ്യകളുടെ ശരാശരി, അതിൻ്റെ ഉത്തരം 39. 54-ാമത്തെ ചോദ്യം, 4a = 6b = 8c എങ്കിൽ a:b:c എത്ര? ഇവിടെ നമുക്ക് 4a = 6b. അതിൽ നിന്ന് a/b = എങ്ങനെ എഴുതാം? 6/4, അതായത് 3/2. അപ്പോൾ a:b എന്ന് പറയുന്നത് 3:2. അതുപോലെ രണ്ടാമത്തെ കണ്ടീഷനായ 6b = 8c. അപ്പോൾ അതിൽ നിന്ന് b/c = 8/6, അതായത് 4/3. അപ്പോൾ b:c = 4:3 എന്ന് കിട്ടും. അങ്ങനെയെങ്കിൽ നമുക്ക് a:b:c എങ്ങനെ എഴുതാം? a:b 3:2, b:c 4:3. ഇവിടെ ഈ 2 എഴുതി, ഇവിടെ ഈ 4 എഴുതി. എല്ലാത്തിലും 2 കോമൺ ആയിട്ടുണ്ട്. അപ്പോൾ 2 നമുക്ക് ക്യാൻസൽ ചെയ്യാം. 3 × 2 6, 4 3. അപ്പോൾ 6:4:3. ഓപ്ഷൻ സി. 54-ാമത്തെ ചോദ്യം ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. അടുത്ത ചോദ്യം 55-ാമത്തെ ചോദ്യം. ഒരു വാട്ടർ ടാങ്കിൽ 10.5 ലിറ്റർ വെള്ളം ഒഴിച്ചപ്പോൾ അത് ടാങ്കിന് 3/4 മുക്കാൽ ഭാഗം നിറഞ്ഞു. 10.5 ലിറ്റർ വെള്ളം ഒഴിച്ചപ്പോൾ മുക്കാൽ ഭാഗം വെള്ളം നിറഞ്ഞു. അതായത് 3 ഭാഗം 4ആയിട്ട് ഒരു ടാങ്കിനെ 4ആയിട്ട് ഭാഗിച്ചതിൽ 3 ഭാഗം വെള്ളം എന്ത് ചെയ്തു? നിറഞ്ഞു. അപ്പോൾ ഈ 10.5യെ 3ആയിട്ട് ഡിവൈഡ് ചെയ്താൽ എനിക്ക് 1 ഭാഗം കിട്ടും.
അതിനുശേഷം അതിനെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് എനിക്ക് ആകെ കിട്ടും. അപ്പോൾ 10 എന്ന് പറയുന്നത് മിക്സഡ് ഫ്രാക്ഷൻ ആണ്. ഇംപ്രോപ്പർ ആക്കാനായിട്ട് ഇങ്ങോട്ടേക്ക് ഗുണിക്കുക, ഇങ്ങോട്ടേക്ക് കൂട്ടുക. 10 × 2 20, 21 21/2 ഇൻറ്റു 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതിന് പകരം 1/3 കൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു, മൾട്ടിപ്ലൈ ചെയ്യുന്നു. 3 21 7 പ്രാവശ്യം 7/2 ആണ് ഒരു ഭാഗം. അങ്ങനെ എത്ര ഭാഗമുണ്ട്? 4 ഭാഗമുണ്ട്. അപ്പോൾ 7 × 2 14 ലിറ്റർ എന്ന് കിട്ടും. ഓപ്ഷൻ ബി 14 ലിറ്റർ ആണ് ശരി ഉത്തരം. അടുത്തതായിട്ട് സിംപ്ലിഫിക്കേഷൻ ഒരു ക്വസ്റ്റ്യൻ ആണ്. 0.48 × 5.6 × 2.8 ദ ഹോൾ ഡിവൈഡ് ബൈ 3.2 × 0.21 × 0.14 എത്ര? ഇവിടെ മുകളിൽ 1 2 3 4 ഡെസിമൽ പ്ലേസ് ഉണ്ട്. താഴെയും എന്ത് ചെയ്യാം, സോറി ഇത് 2.8 അല്ല 0.28 ആണ്. ഇവിടെ മുകളിൽ 5 ഡെസിമൽ പ്ലേസ് ഉണ്ട്, താഴെയും 5 ഡെസിമൽ പ്ലേസ് ഉണ്ട്. അപ്പോൾ നമുക്ക് മുകളിലൊരു 5 പൂജ്യമുള്ള സംഖ്യ കൊണ്ട് മുകളിൽ മൾട്ടിപ്ലൈ ചെയ്യാം, താഴെ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 48 × 56 × 28 ഡിവൈഡ് ബൈ 32 × 21 × 14 എന്നാവും. 14 × 28 2 പ്രാവശ്യം. അതുപോലെ തന്നെ 32 48 8 ടേബിളിൽ 6 ടൈംസ് 4 ടൈംസ് 4 6 3 2 ഈ 2 ക്യാൻസൽ ചെയ്യാം. ബാക്കി ഇനി 3 51 21 7 പ്രാവശ്യം. ഇനി 7 56 മാത്രമേ ബാക്കിയുള്ളൂ. 56/7 ഉത്തരം 8 എന്ന് കിട്ടും. ഓപ്ഷൻ എ ആണ് ഇതിൻ്റെ റൈറ്റ് ആൻസർ. 56ാമത്തെ ചോദ്യം. അടുത്തതായിട്ട് ക്ലോക്കുമായിട്ട് ബന്ധപ്പെട്ടൊരു ചോദ്യമാണ്. 57ാമത്തെ ക്വസ്റ്റ്യൻ. ഒരു ക്ലോക്കിൻ്റെ മിനിറ്റ് സൂചി 120 ഡിഗ്രി തിരിയുമ്പോൾ മണിക്കൂർ സൂചി തിരിയുന്ന കോണളവ്. ഒരു ക്ലോക്കിൽ 12 1 2 3 4 ഓരോ 5 മിനിറ്റ് ഇടയിലുള്ള ഡിഗ്രി എത്രയാണ്? 30 ഡിഗ്രിയാണ്. അപ്പോൾ 1 2 3 4 ഇവർക്കിടയിലാണ് എത്ര ഡിഗ്രി? 120 ഡിഗ്രി വരുന്നത്. അതായത് ഇങ്ങനെയാണെന്ന് നമുക്ക് സങ്കല്പിക്കാം. ഇങ്ങനെ തന്നെ വരണമെന്നില്ല, ഏത് രണ്ടിടയിൽ വേണം വരാം. പക്ഷെ അവർക്കിടയിൽ ഉണ്ടാകുന്നത് ഇത്രയും ഡിഫറൻസ് ഉണ്ടായിരിക്കും. ഓക്കെ, ഒരു മിനിറ്റിൽ മണിക്കൂർ സൂചി 1/2 ഡിഗ്രി തിരിയും. അങ്ങനെയെങ്കിൽ 5 10 15 20 20 മിനിറ്റിൽ മണിക്കൂർ സൂചി അതിൻ്റെ പകുതിയായ 10 ഡിഗ്രി തിരിയും. അപ്പോൾ ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി 10 ഡിഗ്രിയാണ് റൈറ്റ് ആൻസർ. അടുത്തതായിട്ട് ലോജിക്കൽ റീസണിങ്ങുമായിട്ട് ബന്ധപ്പെട്ടൊരു ചോദ്യമാണ്. ഇവിടെ 2 പാറ്റേൺ ഉള്ളത്. ഒരാൾ കൂടുന്നു, 20 22 26 അങ്ങനെ കൂടി പോകുന്നു. അടുത്തയാൾ 40 38 34 അങ്ങനെ കുറഞ്ഞു പോകും. ഇവിടെ ഇത് 2 കൂടി ശേഷം 4 കൂടി, അപ്പോൾ ഇത് എത്ര കൂടും? 6 കൂടും. 26നോടൊപ്പം 6 കൂട്ടിയാൽ 32 എന്ന് വരും. അതുപോലെ ഇവിടെ 2 കുറഞ്ഞു, ഇവിടെ 4 കുറഞ്ഞു, അപ്പോൾ അടുത്ത് 6 കുറയും. 34 6 കുറഞ്ഞാൽ 28 എന്ന് കിട്ടും. ഓപ്ഷൻ എ 32,28. ചോദ്യം നമ്പർ 58. ഓപ്ഷൻ എ 32,28 ആണ് എൻ്റെ റൈറ്റ് ആൻസർ. അടുത്ത ചോദ്യം 59ാമത്തെ ചോദ്യം. ഒരു നിശ്ചിത തുകയ്ക്ക് 5% നിരക്കിൽ 2 വർഷത്തേക്ക് ലഭിക്കുന്ന സാധാരണ പലിശയും കൂട്ടുപലിശയും തമ്മിലുള്ള വ്യത്യാസം 1000 രൂപയാണെങ്കിൽ തുക എത്രയായിരിക്കും? അപ്പോൾ സാധാരണ പലിശയും കൂട്ടുപലിശയും തമ്മിലുള്ള വ്യത്യാസം, കൂട്ടുപലിശയായിരിക്കും എപ്പോഴും കൂടുതൽ കിട്ടുന്നത്. അപ്പോൾ കൂട്ടുപലിശ നമുക്ക് ആദ്യം എഴുതാം. P × 1 + R/100 ദ ഹോൾ റൈസ് ടു n. ഇത് ചെയ്യുമ്പോൾ നമുക്ക് തുകയും പലിശയും ചേർത്തുള്ള തുകയാണ് കിട്ടുന്നത്. അതിൽ നിന്ന് പ്രിൻസിപ്പൾ അമൗണ്ട് ഞാൻ നിക്ഷേപിച്ചപ്പോൾ കുറയ്ക്കേണ്ടി വരും. ഇത്രയുമാണ് കൂട്ടുപലിശയിൽ നിന്ന് എനിക്ക് കിട്ടുന്ന പലിശ. ഇനി PNR/100 ആണ് സാധാരണ പലിശയിൽ നിന്ന് കിട്ടുന്ന പലിശ. ഇവ തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 1000 രൂപയാണ്. നമുക്ക് വാല്യൂസ് എല്ലാം കൊടുക്കാം. P × 2 ഒരു P കോമൺ ആയിട്ട് പുറത്തെടുക്കാം. അപ്പോൾ ബാക്കി 1 + 5/100 ദ ഹോൾ റൈസ് ടു 2 - 1 മൈനസ് P × 5 × 2/100 ഈക്വൽ ടു 1000. ഓക്കെ ആണോ? ഇനി ഇവിടെ നമുക്ക് ക്രോസ് ചെയ്യുമ്പോഴത്തേക്കും എന്ത് ചെയ്യും? 105/100 എന്ന് വരും. 105/100 വെട്ടിച്ചെറുതാക്കുമ്പോൾ 21/20 എന്ന് വരും. അപ്പോൾ ഇവിടെ 21/20 സ്ക്വയർ -1 മൈനസ് P. ഇവർ രണ്ടുപേരിൽ നിന്ന് ഞാൻ P കോമൺ ആയിട്ട് പുറത്തെടുത്തു. -10/100 ഈക്വൽ ടു 1000. 21 സ്ക്വയർ 441, 20 സ്ക്വയർ 400, -1 ചെയ്യുമ്പോൾ 41/400 എന്ന് കിട്ടും. ഞാൻ ചെയ്യുന്ന സ്റ്റെപ്പുകൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. അപ്പോൾ നമുക്ക് ആൻസർ കീ പറയുക എന്നുള്ളതാണ് ലക്ഷ്യം. അതുകൊണ്ട് വളരെ ഷോർട്ടായിട്ടാണ് പറയുന്നത്. അപ്പോൾ 41/400 ഇവിടെ കിട്ടും. അപ്പോൾ 41/400 P ×
മൈനസ് 10/100 എനിക്ക് 40/400 എന്ന് എഴുതാം. കുറയ്ക്കാനായിട്ട് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. ഈക്വൽ ടു 1000. 41/400 നിന്ന് 40/400 കുറയ്ക്കുമ്പോൾ 1/400 എന്ന് കിട്ടും. അപ്പോൾ പി ഈക്വൽ ടു 1000 ഇൻറ്റു 400/1. എൻ്റെ ഉത്തരം 4 ലക്ഷം എന്നാണ് എൻ്റെ ഉത്തരം. അതായത് ഓപ്ഷൻ ബി ആണ് എൻ്റെ റൈറ്റ് ആൻസർ. 59ാമത്തെ ചോദ്യം. അപ്പോൾ നമ്മൾ ഈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ ഇടുക. അതുപോലെ തന്നെ എത്ര മാർക്ക് കിട്ടി എന്നുള്ളതൊക്കെ എന്ത് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ ഇടുക. അവസാനത്തെ ചോദ്യം, 60ാമത്തെ ചോദ്യം. ഒരു സംഖ്യയുടെ 4 മടങ്ങ് ആ സംഖ്യയേക്കാൾ 2 കുറവായ സംഖ്യയുടെ 5 മടങ്ങിനേക്കാൾ 1 കൂടുതലാണെങ്കിൽ ആ സംഖ്യ എത്ര? അപ്പോൾ നമ്മൾ ആ സംഖ്യ എന്ന് വിളിച്ചു, എക്സ് എന്ന് വിളിച്ചു. അങ്ങനെയാണെങ്കിൽ സംഖ്യയുടെ 4 മടങ്ങ് എന്ന് പറയുന്നത്, അപ്പോൾ എക്സിൻ്റെ 4 മടങ്ങ് 4x എന്ന് പറയുന്നത് ആ സംഖ്യയേക്കാൾ 2 കുറവായ സംഖ്യയുടെ 5 മടങ്ങിനേക്കാൾ 1 കൂടുതലാണ്. അപ്പോൾ നമുക്ക് സോൾവ് ചെയ്യുമ്പോൾ 4x ഈക്വൽ ടു 5x മൈനസ് 10 പ്ലസ് 1 എന്ന് വരും. അപ്പോൾ 5x 10 വരുമ്പോൾ 4x മൈനസ് 5x ഈക്വൽ ടു മൈനസ് 9 എന്നാവും. മൈനസ് x ഈക്വൽ ടു മൈനസ് 9, മൈനസ് മൈനസും വെട്ടിക്കളയാം. x ഈക്വൽ ടു 9. ഓപ്ഷൻ സി, 60ാമത്തെ ചോദ്യം ഓപ്ഷൻ സി ആണ് എൻ്റെ റൈറ്റ് ആൻസർ. അപ്പോൾ മാത്സ് ആൻഡ് മെൻ്റൽ എബിലിറ്റി എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് ഇന്ന് നടന്ന LP സ്കൂൾ ടീച്ചർ പരീക്ഷയ്ക്ക് ചോദിച്ച 15 ചോദ്യങ്ങളാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ മറ്റ് എക്സാമുകളോട് ബന്ധപ്പെട്ട് പുതിയ വീഡിയോസിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.